ഹലോ എവരി വൺ, വെൽക്കം ടു നീറ്റ് ഈസി. പ്ലാൻ കിങ്ഡം എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണിത്. ഇതിൽ ജിംനോസ്പേംസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ജിംനോസ്പേം ആണ് പ്ലാൻ കിങ്ഡത്തിലെ 4th ക്ലാസ്. എന്താണ് ഇതിൻ്റെ വേർഡ് മീനിങ്? ജിംനോസ് എന്ന് വെച്ചാൽ നേക്കഡ് എന്നാണ് മീനിങ്. അതായത് അതിൻ്റെ പുറമേ ഒന്നുമില്ല, നേക്കഡായിട്ടിരിക്കുന്നത്. സ്പേമ മീൻസ് സീഡ്സ്. അതുകൊണ്ട് തന്നെ ജിംനോസ്പേംസ് മീൻസ് നേക്കഡ് സീഡ്സ്. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ, ഇത് ഫ്രൂട്ടാണെങ്കിൽ ആ ഫ്രൂട്ടിൻ്റെ അകത്ത് കാണുന്ന പാർട്ടാണ് സീഡ്. ഫ്രൂട്ടിൻ്റെ അകത്താണ് സീഡ് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഓവറി എന്ന് പറയുന്നൊരു പാർട്ടാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. അതുപോലെ ഒവ്യൂൾ എന്ന് പറയുന്നൊരു പാർട്ടാണ് സീഡായിട്ട് മാറുന്നത്. പക്ഷേ ജിംനോസ്പേമിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒവ്യൂളിനെ കവർ ചെയ്തിട്ട് ഓവറി വാളോ അല്ലെങ്കിൽ ഓവറിയോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ സീഡ്സിനെ കവർ ചെയ്ത് ഒന്നുമില്ല. അതുകൊണ്ടാണ് അവരെ നേക്കഡ് സീഡ്സ് എന്ന് വിളിക്കുന്നത്. ഫെർട്ടിലൈസേഷന് മുമ്പും ശേഷവും ഒക്കെ ഇവർ നേക്കഡായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ജിംനോസ്പേംസിൽ എങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത്? മീഡിയം സൈസ്ഡ് ട്രീസ് ഉണ്ട്, അതുപോലെ ടോൾ ട്രീസ് ഉണ്ട്, ഇതൊന്നും കൂടാതെ ഷ്രബ്സും ഉണ്ട്, കുറ്റിച്ചെടികളും ഉണ്ട്. ഇനി നമുക്കറിയാം, ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ട്രീ ആണ് സെക്കോയ. ഈ സെക്കോയ ജിംനോസ്പേംസിലെ ഒരു മെമ്പറാണ്. ജിംനോസ്പേംസിൻ്റെ പ്ലാൻ ബോഡി എങ്ങനെയാണ്? ഇവർക്ക് എന്തായാലും ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള റൂട്ടും സ്റ്റെമ്മും ലീവ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ റൂട്ട്സ് എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട്സ് ആണ്, അതായത് തായ് വേരെന്ന് പറയും. ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്? മെയിനായിട്ട് ഒരു റൂട്ട് ഉണ്ടാവും, അതെപ്പോഴും നേരെ താഴേക്കായിരിക്കും വളരുന്നത്. പക്ഷെ അതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജിംനോസ്പേംസിന് ടാപ്പ് റൂട്ടാണ് ഉള്ളത്. ഇനി ഈ ടാപ്പ് റൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മറ്റ് ചില ഓർഗാനിസംസും കൂടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില അസോസിയേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് മൈക്കോറൈസ. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ ഈ ജിംനോസ്പേംസിൻ്റെ റൂട്ടും ഫംഗസും കൂടെ ഉള്ള അസോസിയേഷനാണ് മൈക്കോറൈസ. അപ്പോൾ ഇങ്ങനെ മൈക്കോറൈസ കാണിക്കുന്ന ഒരു പ്ലാന്റിന് എക്സാമ്പിളാണ് പൈനസ്. ഇനി ഇതുകൂടാതെ സൈക്കസ് എന്ന് പറയുന്ന ഒരു മെമ്പർ ജിംനോസ്പേമിലുണ്ട്. ഈ സൈക്കസിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് താഴേക്ക് ഇങ്ങനെ ടാപ്പ് റൂട്ട് ഉണ്ട്. അതുകൂടാതെ ഈ സൈക്കസിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മറ്റ് ചില റൂട്ട്സ് ഉണ്ട്, ചില സ്മോൾ റൂട്ട്സ്. ഈ റൂട്ട്സ് ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ടാണ് വളരുന്നത്, അപ്വേർഡാണ് ഗ്രോ ചെയ്യുന്നത്. ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന ചില റൂട്ട്സ് ഉണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ കോറൽ റീഫ്സ് പോലെ അല്ലെങ്കിൽ പവിഴപ്പുറ്റ് പോലെയൊക്കെയാണ് പെട്ടെന്ന് ഈ റൂട്ട്സിനെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട്സിനെ കോറലോയിഡ് റൂട്ട്സ് എന്നാണ് വിളിക്കുന്നത്. കോറലോയിഡ് റൂട്ട്സ് ഇത് സൈക്കസ് പോലെയുള്ള പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. അതായത് ഈ ടാപ്പ് റൂട്ട് കൂടാതെ അപ്വേർഡ് ഗ്രോയിങ് ആയിട്ടുള്ള ചെറിയ ചില റൂട്ട്സ് ഉണ്ട്. അതിനെയാണ് കോറലോയിഡ് റൂട്ട്സ് എന്ന് വിളിക്കുന്നത്. ഈ കോറലോയിഡ് റൂട്ട്സും നൈട്രജൻ ഫിക്സിംഗ് സയനോബാക്ടീരിയയും തമ്മിൽ അസോസിയേഷൻ കാണാറുണ്ട്. നമ്മൾ ആദ്യത്തെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ കിങ്ഡം മൊണേറയിൽ പഠിച്ച ഒരു മെമ്പേഴ്സാണ് സയനോബാക്ടീരിയ. ഈ സയനോബാക്ടീരിയയിൽ തന്നെ നൈട്രജൻ ഫിക്സേഷന് കഴിവുള്ള ചില ബാക്ടീരിയാസ് ഉണ്ട്. അവരെയാണ് നൈട്രജൻ ഫിക്സിംഗ് സയനോബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൈട്രജൻ ഫിക്സിംഗ് സയനോബാക്ടീരിയയും കോറലോയിഡ് റൂട്ട്സും തമ്മിൽ ഒരു അസോസിയേഷൻ കാണുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് സൈക്കസ്. ഇതാണ് ഇവരുടെ റൂട്ടിനെ പറ്റിയുള്ളത്. ഇനി സ്റ്റെം എങ്ങനെയാണ്? ബ്രാഞ്ച്ഡ് ആയിട്ടും അൺബ്രാഞ്ച്ഡ് ആയിട്ടും കാണപ്പെടുന്നുണ്ട്. ബ്രാഞ്ച്ഡ് സ്റ്റെംസ് പൈനസ്, സെഡ്രസ് ഇതിലൊക്കെ കാണപ്പെടുന്നുണ്ട്. അൺബ്രാഞ്ച്ഡ് ആണ് സൈക്കസ്. ഇനി ലീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ലീവ്സ് സിമ്പിളോ അല്ലെങ്കിൽ കോമ്പൗണ്ടോ ഒക്കെ ആകാം. സിമ്പിളും കോമ്പൗണ്ടും എന്താണെന്നൊക്കെ ഉള്ളത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇനി സൈക്കസ് എന്ന് പറയുന്ന പ്ലാന്റിന് പിന്നേറ്റ് ലീവ്സ് ആണ്. ഇത് വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ്. അതായത് നമ്മൾ സാധാരണ കാണുന്ന പ്ലാന്റ്സിനൊക്കെ എങ്ങനെയാണ്, പ്ലാന്റ്സിന് ലീവ്സ് ഉണ്ടായ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ ഈ ലീവ്സ് കൊഴിഞ്ഞു പോയിട്ട് പുതിയ ലീവ്സ് ഉണ്ടായി വരുവാണ്. പക്ഷെ സൈക്കസിൻ്റെ ലീവ്സ് വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ജിംനോസ്പേംസിൻ്റെ ലീവ്സിന് എക്സ്ട്രീം ടെമ്പറേച്ചറിനെയും ഹ്യൂമിഡിറ്റിയെയും വിൻഡിനെയും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. കാരണം അവർക്ക് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് അതിനുള്ള അഡാപ്റ്റേഷൻസ് അവരുടെ ലീവ്സിലുണ്ട്. അതിനുള്ള ചില എക്സാമ്പിൾസ് ആണ് പറയുന്നത്. കോർണിഫേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്.
കോർണിഫോസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ നീഡിൽ ലൈക്ക് ലീവ്സ് ആണ് ഉള്ളത്. ഈ നീഡിൽ ലൈക്ക് ലീവ്സ് ആകുമ്പോൾ അവരുടെ സർഫസ് ഏരിയ വളരെ കുറവായിരിക്കും. സർഫസ് ഏരിയ കുറവാകുന്നത് കൊണ്ട് തന്നെ അവരുടെ എന്താണ് വാട്ടർ ലോസും കുറവായിരിക്കും. നമ്മൾ ഒരു ലീഫ് എടുത്തു കഴിഞ്ഞാൽ ഈ ലീഫിൻ്റെ മുകളിൽ മിക്കവാറും ഈ ചേമ്പലയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതേ പറ്റി പിടിക്കത്തില്ല. അപ്പോൾ അതിന് കാരണം ഇതിൻ്റെ മുകളിലുള്ള ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞ ഒരു വാക്സ് ലൈക്ക് കോട്ടിംഗ് ആണ് ലീഫിൻ്റെ മുകളിലുള്ളത്. അതുപോലെ തന്നെ ലീഫിൻ്റെ താഴെയായിട്ട് ലീഫിൻ്റെ താഴ്ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയ ചെറിയ ഹോൾസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അല്ലാതെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചില ഹോൾസ് അല്ലെങ്കിൽ പോർസ് കാണാൻ പറ്റും. അതിനെയാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലീവ്സിൽ തിക്കായിട്ടുള്ള ക്യൂട്ടിക്കിളാണുള്ളത്, അതായത് തിക്കായിട്ടുള്ള വാക്സ് കോട്ടിംഗ് ഉണ്ട്. അതുപോലെ സൺഗൺ സ്റ്റൊമാറ്റ, ചുരുങ്ങിയിരിക്കുന്ന സ്റ്റൊമാറ്റയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വാട്ടർ ലോസ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ ജിംനോസ്പേംസിൻ്റെ ലീവ്സിൻ്റെ അഡാപ്റ്റേഷനാണ്. അടുത്തതാണ് ജിംനോസ്പേംസിൻ്റെ റീപ്രൊഡക്ഷൻ. ആദ്യം തന്നെ റീപ്രൊഡക്ഷൻ സ്പോർ ഫോർമേഷനിലൂടെയാണ്. അപ്പോൾ 2 ടൈപ്പ് സ്പോർട്സാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഇവരുടെ സ്പോർട്സ് ഒരേപോലെ ഇരിക്കുന്നതല്ല, 2 ടൈപ്പാണ്. മെയിൽ ആൻഡ് ഫീമെയിൽ സ്പോർട്സ് 2 തരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഹെട്രോസ്പോറസ് ആണെന്ന് പറയാം. ഇതുപോലെ ടെറിഡോഫൈറ്റ്സിലെ സെലാജിനെല്ല പോലുള്ള ചില മെമ്പേഴ്സും ഹെട്രോസ്പോറസ് ആയിരുന്നു. അപ്പോൾ ജിംനോസ്പോംസും ഹെട്രോസ്പോറസ് ആണ്. ഇവരുടെ 2 ടൈപ്പ് സ്പോർട്സാണ് മൈക്രോസ്പോർട്സും മെഗാസ്പോർട്സും. ഇനി ഈ സ്പോർട്സ് ഒക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? സ്പോർട്സ് എന്താണ്? ഇതൊരു പ്ലാന്റ് ആണെങ്കിൽ ഈ പ്ലാന്റിൽ ചില സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെയാണ് സ്പോറോഫിൽ എന്ന് വിളിക്കുന്നത്. ഈ സ്പോറോഫില്ലിനകത്താണ് സ്പൊറാഞ്ചിയം കാണപ്പെടുന്നത്. സ്പൊറാഞ്ചിയത്തിലാണ് സ്പോർസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്പോറോഫിൽ. പ്ലാന്റിൽ സ്പോറോഫിൽ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനകത്താണ് സ്പൊറാഞ്ചിയം ഫോം ചെയ്യുന്നത്. ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ അകത്താണ് സ്പോർസ് ഫോം ചെയ്യുന്നത്. ഇനി ഈ സ്പോറോഫില്ല് തന്നെ സ്പൈറലായിട്ട് അറേഞ്ച് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് സ്ട്രോബിലി അല്ലെങ്കിൽ കോൺസ് എന്ന് വിളിക്കുന്നത്. ഈ സ്പോറോഫിൽസിനെ സ്പൈറലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് വിളിക്കുന്നത് സ്ട്രോബിലി അല്ലെങ്കിൽ കോൺസ്. ചില പ്ലാന്റ്സിൽ സെയിം പ്ലാന്റിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ സ്ട്രോബിലീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പൈനസ് പോലുള്ള പ്ലാന്റ്സിൽ അതിൽ ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ സ്ട്രോബിലിയും കാണാൻ പറ്റും, ഫീമെയിൽ സ്ട്രോബിലിയും കാണാൻ പറ്റും. എന്നാൽ സൈക്കസ് പോലെയുള്ള പ്ലാന്റ്സിൽ ഒരു പ്ലാന്റ് എടുത്താൽ അതിൽ മെയിൽ സ്ട്രോബിലി മാത്രമേ കാണുള്ളൂ, ഫീമെയിൽ സ്ട്രോബിലി മറ്റൊരു പ്ലാന്റിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് സൈക്കസ്. ഇനി മെയിൽ സ്ട്രോബിലിയെ നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയേറ്റ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഫീമെയിൽ സ്ട്രോബിലിയെ മാക്രോസ്പൊറാഞ്ചിയേറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ മെയിൽ സ്ട്രോബിലി മൈക്രോസ്പൊറാഞ്ചിയേറ്റും ഫീമെയിൽ സ്ട്രോബിലി മാക്രോസ്പൊറാഞ്ചിയേറ്റും. ഇനി ഈ മൈക്രോസ്പൊറാഞ്ചിയേറ്റ് അല്ലെങ്കിൽ മെയിൽ സ്ട്രോബിലിക്കകത്താണ് മൈക്രോസ്പൊറാഞ്ചിയ ഇരിക്കുന്നത്. അതിൽ നിന്നാണ് മൈക്രോസ്പോർ ഫോം ചെയ്യുന്നത്. മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്ന് മൈക്രോസ്പോർ ഫോം ചെയ്യുന്നു. ഈ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്തിട്ടാണ് മെയിൽ ഗമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. മൈക്രോസ്പോറിൽ നിന്നാണ് മെയിൽ ഗമറ്റോഫൈറ്റ് ഉണ്ടാവുന്നത്. ഈ മെയിൽ ഗമറ്റോഫൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസേ ഉണ്ടായിരിക്കുകയുള്ളൂ. വളരെ കുറച്ച് സെൽസേ ഈ മെയിൽ ഗമറ്റോഫൈറ്റിന് ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ഹൈലി റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ആണെന്ന് പറയാം. ജിംനോസ്പേംസിൻ്റെ മെയിൽ ഗമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി റെഡ്യൂസ്ഡ് ഫേസ് അല്ലെങ്കിൽ ഹൈലി റെഡ്യൂസ്ഡ് സ്റ്റേജ് ആണെന്ന് പറയാം. കാരണം അതിന് ലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസേ ഉള്ളൂ. ഇനി ഈ റെഡ്യൂസ്ഡ് ഗമറ്റോഫൈറ്റിനെയാണ് പോളൻ ഗ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജിംനോസ്പേംസിൻ്റെ മെയിൽ ഗമറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻ. ഈ പോളൻ ഗ്രെയിൻ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്താണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസേ ഉള്ളൂ. അടുത്തത് മാക്രോസ്പൊറാഞ്ചിയേറ്റ് ആണ് ഫീമെയിൽ സ്ട്രോബിലി. ഇതിലാണ് മെഗാസ്പൊറാഞ്ചിയ ഉള്ളത്. മെഗാസ്പൊറാഞ്ചിയെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഒവ്യൂൾ. മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ മറ്റൊരു പേരാണ് ഒവ്യൂള്. ഈ ഒവ്യൂള് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒവ്യൂളിൻ്റെ അകത്ത് കുറച്ച് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ഈ സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് ന്യൂസെല്ലസ് എന്ന് വിളിക്കുന്നത്.
ന്യൂസെല്ലസ്. ഒവ്യൂളിനകത്ത് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ന്യൂസെല്ലസ്. ഈ ന്യൂസെല്ലസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ചില പ്രൊട്ടക്റ്റീവ് കവറിങ് ഒക്കെ ഉണ്ട്. ഇതിനെ ഇൻഡെഗുമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്, ഈ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിനെ. അപ്പോൾ ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ ഒവ്യൂളിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ന്യൂസെല്ലസ്. ന്യൂസെല്ലസിനെ കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ട്, അതാണ് ഇൻഡെഗുമെന്റ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒവ്യൂൾ ആവുന്നത്. ഇനി ഈ ന്യൂസെല്ലസിലെ ഒരു സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നു. ന്യൂസെല്ലസിലെ ഒരു സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നു. ഈ മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടക്കുന്നു. മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ. എന്നിട്ടാണ് മെഗാസ്പോർസ് ഫോം ചെയ്യുന്നത്. മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ട് 4 മെഗാസ്പോർസ് ആണ് ഫോം ചെയ്യുന്നത്. 4 മെഗാസ്പോർസ്. പക്ഷേ ഒരു മെഗാസ്പോർ മാത്രമാണ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. 4 മെഗാസ്പോർസ് ഉണ്ടാവുന്നുണ്ടെങ്കിലും ഒരു മെഗാസ്പോർ മാത്രമാണ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. ഈ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് മൾട്ടി സെല്ലുലാർ ആണ്. മെയിൽ ഗെമറ്റോഫൈറ്റ് ആയ പോളൻ ഗ്രെയിൻ ലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസ് ആയിരുന്നു, അതുകൊണ്ട് ഹൈലി റെഡ്യൂസ്ഡ് ആണ്. പക്ഷേ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് മൾട്ടി സെല്ലുലാർ ആണ്. ഇനി ഈ ഫീമെയിൽ ഗെമറ്റോഫൈറ്റിലാണ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആയ ആർക്കിഗോണിയ കാണപ്പെടുന്നത്. ഇനി അടുത്ത ഒരു കാര്യം, ജിംനോസ്പേംസിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ഫ്രീ ലിവിങ് ലൈഫ് ഇല്ല, ഫ്രീ ലിവിങ് എക്സിസ്റ്റൻസ് ഇല്ല. അതായത് ഈ ഗെമറ്റോഫൈറ്റ് പ്രത്യേക ഒരു പ്ലാന്റായിട്ട് മാറി അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് അതിനില്ല. അതെപ്പോഴും ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് എപ്പോഴും അതിൻ്റെ മെയിൻ പ്ലാൻ ബോഡിയായ സ്പോറോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഈ ഗെമറ്റോഫൈറ്റ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? മൈക്രോസ്പോറിൽ നിന്ന് പോളൻ ഗ്രെയിൻ ഫോം ചെയ്തു, അതായത് മെയിൽ ഗെമറ്റോഫൈറ്റ്. പിന്നെ മെഗാസ്പൊറാഞ്ചിയത്തിലെ ന്യൂസെല്ലസിൽ നിന്ന് ഒരു സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെഗാസ്പോർ മദർ സെല്ലായി. ഈ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് 4 മെഗാസ്പോർസ് ഉണ്ടായി. ഈ 4 മെഗാസ്പോറിലെ ഒരു മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ട് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആയി. ഈ ഫീമെയിൽ ഗെമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലാണ് എഗ് ഇരിക്കുന്നത്. ഇനി ഇത് തമ്മിലുള്ള ഫെർട്ടിലൈസേഷൻ നടക്കണം. അതിന് വേണ്ടിയിട്ട് പോളൻ ഗ്രെയിൻ എന്ത് ചെയ്യണം? ഈ എഗ്ഗിൻ്റെ അടുത്ത് എത്തണം. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നിന്ന് ആദ്യം പോളൻ ഗ്രെയിനെ റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുന്ന സമയത്ത് എയർ കറൻസ് ആണ് ഇതിനെ ആർക്കിഗോണിയത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. എയർ കറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വിൻഡാണ്, അല്ലെങ്കിൽ വിൻഡ് പോളിനേഷൻ എന്ന് പറയാം ഇതിന്. വിൻഡ് പോളിനേഷനെയാണ് അനിമോഫിലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജിംനോസ്പേംസിൻ്റെ ഫെർട്ടിലൈസേഷന് വിൻഡാണ് ഹെൽപ്പ് ചെയ്യുന്നത്, പോളിനേഷന്. അതിനെ അനിമോഫിലി എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്ത പോളൻ ഗ്രെയിനെ വിൻഡ് വഴി മെഗാസ്പോറോഫില്ലിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. ഈ മെഗാസ്പോറോഫില്ലിലാണ് മെഗാസ്പൊറാഞ്ചിയം ഉള്ളത്. അതിൻ്റെ അകത്താണ് മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഒവ്യൂൾസ് ഉള്ളത്. ഈ ഒവ്യൂളിൻ്റെ അടുത്തേക്ക് വിൻഡ് പോളൻ ഗ്രെയിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് എന്താ സംഭവിക്കുക? ഈ മെയിൽ ഗമീറ്റ്സ് ആർക്കിഗോണിയത്തിലേക്ക് ഗ്രോ ചെയ്യും. അതായത് പോളൻ ട്യൂബായിട്ട്, പോളൻ ഗ്രെയിൻ ഒരു പോളൻ ട്യൂബായിട്ട് ഗ്രോ ചെയ്ത് ആർക്കിഗോണിയത്തിൻ്റെ അടുത്ത് വരുന്നു. എന്നിട്ട് അവിടെ ഇരിക്കുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടന്നാൽ അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. എംബ്രിയോ എവിടെയാണ് ഇരിക്കുന്നത്? മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒവ്യൂളിൻ്റെ ഉള്ളിൽ. കാരണം അവിടെയാണ് മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലാണ് മെഗാസ്പോറിൽ നിന്നൊരു ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഉണ്ടായി എഗ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എംബ്രിയോ എവിടെ ഇരിക്കുന്നത്? ഒവ്യൂളിൻ്റെ അകത്ത്. ഈ ഒവ്യൂളാണ് ഡെവലപ്പ് ചെയ്ത് സീഡായിട്ട് മാറുന്നത്. ഇതിൻ്റെ പുറമെ ഓവറിയുടെ കോട്ടിങ്ങോ മറ്റ് കോട്ടിങ്ങോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സീഡ്സ് നോട്ട് കവേർഡ് ആണ്. അതായത് ഇവർ നേക്കഡാണ്, നേക്കഡ് സീഡ്സ് ആണ്. ഇത്രയാണ് ജിംനോസ്പേംസിനെ പറ്റിയിട്ടുള്ളത്. അടുത്ത പ്ലാന്റ്സിൻ്റെ 5ാമത്തെ ക്ലാസിഫിക്കേഷനാണ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസ് അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ്സ്. ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകതയാണ് ഫ്ലവേഴ്സ്. കാരണം അവർക്ക് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതാണ് ഫ്ലവേഴ്സ്. ഇനി ജിംനോസ്പേംസിൽ നിന്ന് ആൻജിയോസ്പേമിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ സീഡ്സ് ഫ്രൂട്ടിനുള്ളിൽ എൻക്ലോസ്ഡ് ആണ്.
അതായത് ഫ്രൂട്ടിനകത്താണ് സീഡിനെ കാണാൻ പറ്റുന്നത്. ജിംനോസ്പേംസിന് സീഡ് മാത്രമേ ഉള്ളായിരുന്നു, ഫ്രൂട്ട് ഇല്ലായിരുന്നു. ഇനി ആൻജിയോസ്പേംസിൽ വൈഡ് റേഞ്ച് ഓഫ് ഹാബിറ്റാറ്റ്സിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ഉണ്ട്. പല ഹാബിറ്റാറ്റ്സിലും കാണപ്പെടും ഇവർ. അതുപോലെ ഇതിൻ്റെ സൈസും വളരെ ചെറിയ സൈസ് മുതൽ വളരെ വലിയ സൈസായ യൂക്കാലിപ്സ് പോലെയുള്ള ട്രീസ് വരെ ആൻജിയോസ്പേംസിലുണ്ട്. ഇനി ഈ ആൻജിയോസ്പേംസ് നമുക്ക് ചിലതൊക്കെ ഫുഡായിട്ട് യൂസ് ചെയ്യാം, ചിലത് ഫോഡർ, ഫ്യൂവല്, മെഡിസിൻസ്, അങ്ങനെ പല പ്രൊഡക്ട്സും ആൻജിയോസ്പേംസിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻജിയോസ്പേംസിൽ തന്നെ മെയിനായിട്ട് 2 ഗ്രൂപ്പ് പ്ലാന്റ്സ് ഉണ്ട്. അതാണ് ഡൈക്കോട്ടിലിഡൻസും മോണോകോട്ടിലിഡൻസും. അതായത് ഒരു കോട്ടിലിഡൻ ഉള്ളവരാണ് മോണോകോട്ടിലിഡൻസ്, 2 കോട്ടിലിഡൻ ഉള്ളവരാണ് ഡൈക്കോട്ടിലിഡൻസ്. കോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സീഡ് ജെർമിനേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതിൽ ഇല പോലെ കുറച്ച് തിക്കായിട്ടുള്ള 2 സാധനങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതിനെയാണ് കോട്ടിലിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ അത് ഡൈക്കോട്ടിലിഡൻസും, ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളെങ്കിൽ അത് മോണോകോട്ടിലിഡനുമാണ്. അത് ആൻജിയോസ്പേംസിലെ 2 മെമ്പേഴ്സാണ്. അപ്പോൾ ജിംനോസ്പേംസിനെ പറ്റി ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവരും വാസ്കുലർ പ്ലാന്റ്സ് ആണ്. കാരണം ടെറിഡോഫൈറ്റ്സിൽ തൊട്ട് സൈലം, ഫ്ലോയം തുടങ്ങിയ വാസ്കുലർ ടിഷ്യൂസ് കാണപ്പെടുന്നുണ്ട്. ജിംനോസ്പേംസിലും ഇതുണ്ട്. ഇതിലെ ഡോമിനൻറ്റ് ഫേസ് സ്പോറോഫൈറ്റ് ആണ്. സ്പോറോഫൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവർ 2 ടൈപ്പ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹെട്രോസ്പോറസ് ആണ്. സീഡ്സ് നേക്കഡ് ആണ്. അതുകൊണ്ട് ഫ്ലവറും ഫ്രൂട്ടും ഒന്നും തന്നെ ഇല്ല. ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? സ്പോർസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പം മെയിൽ സ്പൊറാഞ്ചിയത്തിലാണ് മെയിൽ ഗെമറ്റോഫൈറ്റായ പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുന്നത്. ഫീമെയിൽ സ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഫീമെയിൽ സ്ട്രോബിലിക്കകത്താണ് ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. മെയിൽ ഗെമറ്റോഫൈറ്റായ പോളൻ ഗ്രെയിൻ ഹൈലി റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. ഇനി മെയിൽ കോണിനെ വിൻഡിലൂടെയാണ് പോളിനേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അനിമോഫിലിയാണ് നടക്കുന്നത്. അങ്ങനെ ഒവ്യൂളിൻ്റെ അവിടെ എത്തുന്ന ഈ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്ത് എന്താണ് ആർക്കിഗോണിയത്തിലിരിക്കുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്ന് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ സൈഗോട്ട് ഒവ്യൂളിനകത്തിരുന്ന് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഒവ്യൂള് സീഡായിട്ട് മാറുന്നു. ഇനി ഇതിനെ നമ്മൾ കൂടുതലായിട്ടും ഇതിൻ്റെ യൂസസ് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ടുള്ള ടിമ്പറായിട്ട്, മെഡിസിന് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചില റെസിൻസ്, ഗംസ്, ടാർപ്പൻറ്റൈൻ ഇതൊക്കെ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. ഓർണമെൻ്റൽ പ്ലാന്റ്സ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. സൈക്കസിനാണ് പിന്നേറ്റ് ലീവ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അൺബ്രാഞ്ച്ഡ് ട്രങ്ക് ആണ്. അതുപോലെ കോറലോയിഡ് റൂട്ട്സ് ഉണ്ട്. ഇതാണ് നൈട്രജൻ ഫിക്സിങ് സൈനോബാക്ടീരിയയുമായിട്ട് ഒരു അസോസിയേഷൻ കാണിക്കുന്നത്. ഇനി പൈനസിൻ്റെ ലീവ്സ് നീഡിൽ ലൈക്ക് ആണ്. ഇനി ഇവിടെ ഒരു പിക്ചർ കണ്ടില്ലേ, ഇതാണ് ഈ സ്ട്രോബിലി എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇവിടെ കണ്ടോ, സ്ട്രോബിലി അല്ലെങ്കിൽ കോൺസ് എന്ന് പറയുന്നത് ഇതിനെയാണ്. പിന്നെ സെഡ്രസ് ഉണ്ട്, നീറ്റം, പിന്നെ എഫെഡ്ര. ഇതൊക്കെ ജിംനോസ്പേംസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി MCQs ആണ്. ഇൻ ജിംനോസ്പേംസ് ഓവ്യൂൾസ് ആർ ബോൺ. ജിംനോസ്പേംസിൽ ഓവ്യൂൾസ് എവിടെയാണ് ഉണ്ടാവുന്നത്? ഇൻസൈഡ് ആൻ ഓവറി. തെറ്റാണ്, കാരണം ജിംനോസ്പേംസിന് ഓവറി ഇല്ല. ഇൻസൈഡ് ഫ്രൂട്ടും അതുകൊണ്ട് തെറ്റാണ്. ഇനി ഓൺ പ്ലാസൻ്റെ ഉണ്ട്, എക്സ്പോസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് മെഗാസ്പോറോഫിൽസും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ജിംനോസ്പേംസിൻ്റെ ഓവ്യൂൾസ് എവിടെയാണ് ഇരിക്കുന്നത്? എക്സ്പോസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് മെഗാസ്പോറോഫിൽസ്. സ്പോറോഫില്ലിൽ എക്സ്പോസ്ഡ് ആയിട്ടാണ് ഓവ്യൂൾസ് ഇരിക്കുന്നത്. എങ്കിൽ മാത്രമേ പോളൻ ഗ്രെയിൻസിന് അവിടെ വന്നിട്ട് ഇതുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2. കോറലോയിഡ് റൂട്ട്സ് അസോസിയേറ്റഡ് വിത്ത് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആർ ഫൗണ്ട് ഇൻ. നമ്മൾ പറഞ്ഞു ഇതിൽ തന്നെ ചില പ്ലാന്റ്സിൽ ഇതിന് ടാപ്പ് റൂട്ട്സ് ഉണ്ടെങ്കിൽ പോലും ചില സ്പെഷ്യലൈസ്ഡ് സ്മോൾ റൂട്ട്സ് ഉണ്ട്. അത് നമ്മുടെ കോറൽ റീഫുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ് അവരെ കോറലോയിഡ് റൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റൂട്ട്സുമായിട്ട് നൈട്രജൻ ഫിക്സിംഗ് സൈനോ ബാക്ടീരിയ അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതിനുള്ള ഒരു എക്സാമ്പിളാണ് സൈക്കസിനാണ് കോറലോയിഡ് റൂട്ട്സ് ഉള്ളത്.
തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഹെട്രോസ്പോറസ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹെട്രോസ്പോറസ് ഏതാണ്? നമ്മൾ പഠിച്ചു ജിംനോസ്പേംസ് എല്ലാവരും ഹെട്രോസ്പോറസ് ആണ്. ജിംനോസ്പേംസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന എല്ലാവരും ഹെട്രോസ്പോറസ് ആണ്. 2 ടൈപ്പ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ സൈക്കസ് മാത്രമാണ് ജിംനോസ്പേമിൽ വരുന്നത്. ബാക്കിയുള്ളവർ ഏതിലൊക്കെയാണ്? ടെറിഡോഫൈറ്റിലും ബ്രയോഫൈറ്റിലും ഒക്കെ വരുന്നവരാണ്. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡോമിനൻറ്റ് ഫേസ് ഇൻ ജിംനോസ്പേം ഈസ്? ജിംനോസ്പേമിലെ ഡോമിനൻറ്റ് ഫേസ് ഏതാണ്? അതേതാണ്? സ്പോറോഫൈറ്റ് ആണ്. ഇവരാണ് മൈക്രോസ്പോർ ആൻഡ് മെഗാസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ സ്പോർസ് ജേർമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്താണ് ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സ്പോറോഫൈറ്റ് ആണ് ജിംനോസ്പേമിൻ്റെ ഡോമിനൻറ്റ് ഫേസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ജിംനോസ്പേം? ജിംനോസ്പേമിനെ പറ്റി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഒവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് ബൈ ഓവറി. ഒവ്യൂൾസ് ഓവറിക്കകത്ത് എൻക്ലോസ് ചെയ്തിട്ടില്ല. ഇത് കറക്റ്റാണ്. സീഡ്സ് ആർ നേക്കഡ്. അപ്പോൾ ഇങ്ങനെ ഓവറിക്കകത്ത് എൻക്ലോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സീഡ്സ് നേക്കഡാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ്. അതവിടെ നിൽക്കട്ടെ. സ്പോറോഫൈറ്റ് ഈസ് ഡോമിനൻ്റ്. അതും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. അതാണ് കറക്റ്റ് ആൻസർ. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പേംസിൽ കാണപ്പെടുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഫീച്ചറാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ജിംനോസ്പേംസിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, അസേർഷൻ, ജിംനോസ്പേംസ് ആർ ഹെട്രോസ്പോറസ്. അതായത് ജിംനോസ്പേംസ് ഹെട്രോസ്പോറസ് ആണെന്ന്. കറക്റ്റാണ്. ജിംനോസ്പേംസ് ഹെട്രോസ്പോറസ് ആണ്. റീസൺ, ദേ പ്രൊഡ്യൂസ് മൈക്രോസ്പോർസ് ആൻഡ് മെഗാസ്പോർസ്. റീസൺ കൊടുത്തിരിക്കുന്നത് അവർ മൈക്രോസ്പോറും മെഗാസ്പോറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇതും കറക്റ്റാണ്. ഇങ്ങനെ മൈക്രോസ്പോർ മെഗാസ്പോർ എന്ന് പറയുന്ന 2 ടൈപ്പിലുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ ഹെട്രോസ്പോറസ് ആണെന്ന് പറയുന്നത്. സോ അസേർഷനും റീസണും കറക്റ്റാണ്. റീസൺ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 7th ക്വസ്റ്റ്യൻ, പോളിനേഷൻ ഇൻ മോസ്റ്റ് ജിംനോസ്പേംസ് ഒക്കേഴ്സ് ത്രൂ. നമ്മൾ പറഞ്ഞു ജിംനോസ്പേംസിലെ മെയിൽ ഗെമറ്റോഫൈറ്റായ പോളൻ ഗ്രെയിനെ നമ്മുടെ ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് ആയിട്ടിരിക്കുന്ന എഗ്ഗിൻ്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെ? ആരാണെന്നാണ് പറഞ്ഞത്? എയർ കറൻസ്. എയർ കറൻസ് എന്ന് പറഞ്ഞാൽ വിൻഡാണ്. അതായത് വിൻ പോളിനേഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ വിൻ പോളിനേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അനിമോഫിലി. അനിമോഫിലിയിലൂടെയാണ് ജിംനോസ്പേംസിലെ പോളിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ജിംനോസ്പേംസിനെ പറ്റിയുള്ളത്. ഇതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ്, പിന്നെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ എക്സാമ്പിൾസ്, ഇത്രയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. ആൻജിയോസ്പേംസിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല. കാരണം അതിനെപ്പറ്റി ആൻജിയോസ്പേംസിന് മാത്രമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മോർഫോളജി, അനാട്ടമി ഒക്കെ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ഇന്നത്തോടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ റിവിഷൻ ക്ലാസ് ആയിരിക്കും. അതായത് ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മെയിൻ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒറ്റൊരു റിവിഷൻ ക്ലാസ് ആയിരിക്കും അടുത്തതായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതുവരെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിക്കുക. താങ്ക് യു.